ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക്ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ലഞ്ചിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല, നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ജീരകശാല റൈസ് അഥവാ കൈമ റൈസാണ് കേട്ടോ. റൈസ് റെഡിയാക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ്നട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 15 എണ്ണമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ക്യാഷ്നട്ട് ചെറുതായി ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കമുന്തിരിയും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതും കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതേ പാനിൽ തന്നെ സവാള ഫ്രൈ ചെയ്തതിന് ആവശ്യമായിട്ടുള്ള ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ 2 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഞാൻ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇത് 1-2 തവണയായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിനി സവാള കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. സവാള കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സവാള ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ വേണ്ട, അതിനേക്കാളും കുറച്ച് മതി കേട്ടോ, പഞ്ചസാര കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് സവാള എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാലും ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ സവാളയ്ക്ക്. സവാള അധികം ബ്രൗൺ കളർ ആവുന്നതിന് മുന്നേ തന്നെ എണ്ണയിൽ നിന്നും ഇത് കോരി മാറ്റണം. നമ്മളിത് പുറത്ത് വയ്ക്കുമ്പോൾ ഒന്നുകൂടി ഇത് കളറാവും കേട്ടോ. സവാള ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ സവാളയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സവാള തന്നെയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. അപ്പോൾ റൈസിലേക്ക് ഞാൻ ഇത്ര ഐറ്റംസാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സവാള ഞാൻ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട്. 4 കരയാമ്പൂ, 2 പീസ് കറുകപ്പട്ട, 6 ഏലക്കായ്, ഇത്രയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 സെക്കൻഡൊക്കെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒരുവിധം ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. ക്യാരറ്റ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചെറുതായി ഒന്ന് വാടുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള ഒത്തിരി കളർ ചേഞ്ച് ഒന്നും ആവണ്ട കേട്ടോ, ചെറുതായി ഒന്ന് വാടിയാൽ മാത്രം മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2-3 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ റൈസിനൊരു യെല്ലോ കളർ കിട്ടാനായിട്ട്, ഒത്തിരി കളർ കൂടുതലല്ല, ലൈറ്റായിട്ടൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് കളറിലുള്ള ഗീ റൈസ് മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചക്കുത്തൊന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ജീരകശാല റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ കുതിർത്തിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ, നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇനി ഞാൻ ഇതിലേക്ക് റൈസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 4 മിനിറ്റൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ റൈസ്. ഇനി നമുക്ക് റൈസ് ഒരു 3-4 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അരിയപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 4.5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാൻ അരി അളന്നെടുത്തിരിക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് അളവുന്ന രീതിയിലാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ റൈസ് വെന്ത് വരുമ്പോൾ റൈസിന് ഉപ്പ് ഉണ്ടാവില്ല കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 7-8 മിനിറ്റ് ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം. 7 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നെയ്യൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ കുറച്ച് വെള്ളവും കൂടി ഒന്ന് വറ്റാനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, കാഷ്യൂനട്ട്, മുന്തിരിയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് 1 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ തുറന്നു നോക്കാം. റൈസ് അപ്പോൾ അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.